ഇന്ന് 17/11/2025 രാവിലെ 8:21 ആയപ്പോൾ നമ്മൾ സത്രത്തിൽ നിന്ന് ചെക്ക് പോയിൻ്റൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ സീറോ പോയിൻറ്റിലെത്തി. സീറോ പോയിൻറ്റിൽ വന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ എടുത്ത് ഇവിടുന്ന് തന്നെ വെള്ളം കുടിക്കുകയും ചെയ്തു. നമുക്ക് 1 ലിറ്റർ കൊള്ളുന്ന ഒരു വാട്ടർ ബോട്ടിലുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെള്ളം നിറച്ച് വാങ്ങിക്കുകയും ചെയ്തു. അതിനുശേഷം ഏകദേശം ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇനി ഉപ്പുപാറയ്ക്ക് പോവുകയാണ്. ഉപ്പുപാറയ്ക്ക് പോകുന്ന വഴിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. വടക്ക് നിന്ന് തെക്കോട്ടാണ് നമ്മളുടെ യാത്ര. നമ്മൾ കയറിയ സമയത്ത് സൗത്ത് ഈസ്റ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ സൗത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഉപ്പുപാറയിലേക്കുള്ള യാത്രാമധ്യയിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇറക്കവും ചെറിയ ചെറിയ കയറ്റവും ഒക്കെയാണ്. വലിയ രീതിയിലുള്ള ഹാർഡായിട്ടുള്ള കയറ്റങ്ങളൊന്നുമില്ല, അതുപോലെ ഹാർഡായിട്ടുള്ള ഇറക്കമൊന്നുമില്ല. നിരപ്പായ പ്രദേശത്തോടുകൂടിയുള്ള ഒരു നല്ല കാഴ്ച സമ്മാനിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അങ്ങകലെയുള്ള കുന്നുകളിലൊക്കെ നമുക്ക് ആന മേയുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ കാട്ടുപോത്തിനെയും അങ്ങ് അകലെയുള്ള മലകളിലൊക്കെ മേഞ്ഞ് നടക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളങ്ങനെ പതുക്കെ പോവുകയാണ്. പോകുന്ന സമയത്ത് ചെറിയ മഴത്തുള്ളികളൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് മഴ കിട്ടിയില്ല. അപ്പോൾ മഴ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ നമുക്കവിടെ കയറി നിൽക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നനയാതിരിക്കാനായിട്ട് ഒരു കോട്ട് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും, റെയിൻ കോട്ട്. അതുപോലെ തന്നെ വെള്ളം, ഭക്ഷണം ഇത്യാദികളെല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഒരു അത്യാവശ്യത്തിനെല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എന്നാൽ അധികം ബൾക്കായിട്ടൊരു സാധനവും കരുതേണ്ട ആവശ്യവുമില്ല. എന്നാൽ എല്ലാ സാധനവും അത്യാവശ്യത്തിന് വേണേം താനും. കാരണം വേറെ ഒന്നും ഇവിടെ ഇല്ല. മെഡിസിനൊക്കെ ഉള്ളവർ മെഡിസിൻ കറക്റ്റായിട്ട് എടുത്തിരിക്കണം, കഴിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു യാത്ര പോകാൻ നേരത്ത് നമുക്ക് അവിടുന്ന് പിന്നെ തൊട്ടടുത്തുനിന്നൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് മെഡിസിനും അതുപോലെയുള്ള മറ്റു സാധനങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അതൊക്കെ എടുക്കണം. പരമാവധി അധികം ഹാർഡായിട്ടുള്ള യാത്രയ്ക്ക് പകരം എല്ലായിടത്തും ഇരുന്ന് വിശ്രമിച്ച് പതുക്കെ പോയാൽ മതി. ഏകദേശം 5 മണിക്കൂർ കൊണ്ട് നമ്മൾ സന്നിധാനത്തെത്തും. അപ്പോൾ ഞങ്ങളിത് 2ാമത്തെ വിശ്രമ സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ 2ാമത്തെ വിശ്രമ സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇതിനും 1 മണിക്കൂർ മുമ്പ്, ഇപ്പോൾ ഏകദേശം 10:30 പോകുന്നു. 9:30 ഞങ്ങൾ എത്തിയ സ്ഥലമാണ്. ഇത്തവണ ഇച്ചിരി വിശ്രമം കൂടുതലായത് കൊണ്ട് 1 മണിക്കൂർ കൂടി ലേറ്റായിട്ടാണ് ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 1 മണിക്ക് ദർശനം നടത്തിയായിരുന്നു. പക്ഷേ ഇത്തവണ 1 മണിക്ക് ദർശനം നടത്താൻ പറ്റത്തില്ല. 4 മണിക്ക് 3 മണിക്ക് ഉള്ള ഇതിൻ്റെ അകത്തെ നമുക്ക് കയറാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് അയ്യപ്പന്മാരെ ഇതിൻ്റെ ഹെൽത്തുമായിട്ട് എന്തൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാരും മറ്റുള്ളവരൊക്കെയാണ് പോകുന്നത്. സ്വാമി ശരണം.